ഹലോ. എന്നാൽ പിന്നെ നമുക്കൊരു രസം ഉണ്ടാക്കിയാലോ. ആദ്യം കുറച്ച് വെള്ളത്തിൽ പുളിയിട്ട് വെക്കണേ. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഒരു ജീരകം, ഒരു പിടി ജീരകം കേട്ടോ, ഒരു പിടി ജീരകവും കുരുമുളക് ഒരു പിടി കേട്ടോ, ഒരു പിടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇടിച്ചെടുക്കണേ. മിക്സിയിൽ അടിക്കാൻ പാടില്ല കേട്ടോ. ഇതേപോലത്തെ ഒരു ഇതിൽ ഇടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇടിച്ചെടുത്താൽ മതിയേ. അടിച്ചതിന് ശേഷം പച്ചമുളക് ഇവിടെ ഞാനൊരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 6 പച്ചമുളകും പിന്നെ ഒരു പിടി ഈ വെളുത്തുള്ളിയിൽ തൊലി കളയാൻ പാടില്ല കേട്ടോ. തൊലി കളഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ആ തൊലിയോടെ തന്നെ നമ്മൾ ഇട്ടിട്ട് നല്ലപോലെ ചതച്ചെടുക്കണം കേട്ടോ. ഒരു അത്യാവശ്യം ഒരു ഇതിൽ ചതച്ചെടുത്താൽ മതിയേ. ഇവിടെ വീട്ടിൽ മിക്കവാറും രസം ഇങ്ങനെയാണ് കേട്ടോ ഞാൻ വെക്കാറ്. ചെറുതായിട്ടൊരു തട്ടിക്കൂട്ട് രസമാണ്, കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ രസത്തിന്. അപ്പോൾ ഇതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മൾ നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ വേണ്ടത്. നന്നായി പഴുത്ത തക്കാളി, ഇവിടെ പഴുത്ത തക്കാളി കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരു ഏകദേശം പഴുത്ത തക്കാളി എടുത്തിട്ട് അതിൻ്റെ നടുവിൽ ഒരു വെള്ള കളർ ഇതുണ്ടാവുമല്ലോ, ആ വെള്ള കളർ ഫുള്ള് കട്ട് ചെയ്ത് മാറ്റണേ. കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞ ശേഷം ഈ തക്കാളി കുഞ്ഞു കുഞ്ഞായി അരിയണം കേട്ടോ. ഈ വെള്ള സാധനം കട്ട് ചെയ്ത് മാറ്റാൻ പറഞ്ഞത് നമ്മൾ ഇത് നന്നായി കൈയും കൊണ്ട് മൊത്തത്തിൽ പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ആ വെള്ള സാധനം ആ കട്ടുകൾ കൊണ്ട് അങ്ങനെ പിഴിഞ്ഞെടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. ഇത് നമ്മൾ ആദ്യം പുളിവെള്ളം വെച്ചില്ലായിരുന്നു, ആ പുളിവെള്ളത്തിലേക്ക് ഇതിടണം കേട്ടോ. പുളി പിഴിഞ്ഞ് മാറ്റണേ, എന്നിട്ട് വേണം കേട്ടോ തക്കാളി കൊട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ തക്കാളി ഇട്ട് കഴിഞ്ഞ് ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ കൈയും കൊണ്ടൊന്ന് പിഴിഞ്ഞെടുക്കണേ. പിഴിഞ്ഞെടുത്തതിന് ശേഷം ഒരു പാത്രം വെച്ചിട്ട് അതിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിക്കണം കേട്ടോ. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള കടുക്, ഇവിടെ ഞാനൊരു 1.5 സ്പൂണ് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് നല്ലപോലെ പൊട്ടി വന്ന ശേഷം വറ്റൽമുളക് ഇവിടെ ഞാൻ 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 3 വറ്റൽമുളക് പൊട്ടിച്ച് അതിലോട്ടിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത പോലെ എടുക്കണേ. അതിനുശേഷം നമ്മൾ ആദ്യം ഇടിച്ച് വെച്ചില്ലേ ജീരകം കുരുമുളക്, അത് ആ എണ്ണയിലോട്ടിട്ട ശേഷം നല്ലപോലെ ഇളക്കിയെടുക്കണം കേട്ടോ. തീ കമ്മിയാക്കിയിട്ട് ഇളക്കണേ, അല്ലെങ്കിൽ വേഗം അടിപ്പിടിക്കുവേ. അപ്പോൾ വേഗം നല്ലപോലെ ഇളക്കിയെടുത്ത ശേഷം നമ്മൾ ഈ വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച് വെച്ചില്ലേ അതും കൂടെ അതിലോട്ടിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാട് മൊരിയണ്ട, ഒരു ഏകദേശം ഒന്ന് മൊരിഞ്ഞതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ആ ഒരു മഞ്ഞൾപ്പൊടിൻ്റെ ആ പച്ച സ്മെല്ല് പോണ വരെ ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ ആദ്യം പിഴിഞ്ഞ് വെച്ച വെള്ളം അതിലോട്ട് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് തിളപ്പിക്കാൻ വെക്കണേ. ലോ ഫ്ലെയിമിൽ വേണം തിളപ്പിക്കാൻ വെക്കാൻ. അതിലൊരു ചെറിയൊരു തിള വരണേ, ഫുള്ളായി തിളയ്ക്കാൻ പാടില്ല. ഒരു ചെറിയൊരു തിള വന്ന ശേഷം അത് ഇറക്കിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള രസം റെഡിയാണ്. എല്ലാവരും ട്രൈ